Today's topic is model training and versioning in data science and tools. മോഡൽ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. അതായത് ഒരു മെഷീൻ ലേണിംഗ് മോഡൽ അല്ലെങ്കിൽ ഡീപ്പ് ലേണിംഗ് മോഡലിനെ കുറച്ച് ഡേറ്റാസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് അതിൻ്റെ പാറ്റേൺസ് ഒക്കെ റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടി അതിനെ ട്രെയിൻ ചെയ്യുന്ന ഒരു പ്രോസസ്സിനാണ് നമ്മൾ മോഡൽ ട്രെയിനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ മോഡൽ ട്രെയിനിങ്ങിൻ്റെ സ്റ്റെപ്സിലേക്ക് വരാം. ഒന്ന് ഡേറ്റ കളക്ഷൻ, സ്ട്രക്ചേർഡ് ഓർ അൺസ്ട്രക്ചേർഡ് ഡേറ്റ കളക്ട് ചെയ്തുകൊണ്ട് ഗ്യാദർ ചെയ്തുകൊണ്ടാണ് ഡേറ്റ കളക്ഷൻ സ്റ്റെപ്പ് മുന്നോട്ട് പോകുന്നത്. ഇതിൽ ടേബിൾസ് ആയിട്ടും ഇമേജസ് ആയിട്ടോ ടെക്സ്റ്റ് ലോഗ്സ് ഒക്കെ ആയിട്ടോ ഡേറ്റ കളക്ട് ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈ കളക്ട് ചെയ്ത ഡേറ്റയെ പ്രീ പ്രോസസ്സ് ചെയ്യുന്നു. അതായത് ഒന്നുകിൽ ക്ലീനിങ്, ദെൻ ഹാൻഡ്ലിങ് മിസ്സിംഗ് വാല്യൂസ്, നോർമലൈസേഷൻ, ഫീച്ചർ എഞ്ചിനീയറിംഗ്, ഇതൊക്കെയാണ് ഇതിൻ്റെ അണ്ടറിൽ വരുന്നത്. മിസ്സിംഗ് വാല്യൂസ് എന്ന് പറയുമ്പോൾ ഒന്നുകിൽ ഡേറ്റ ഫില്ല് ചെയ്യും അല്ലെങ്കിൽ റിമൂവ് ചെയ്യും. ഫീച്ചർ എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ പുതിയ ഡേറ്റാസ് ഡിറൈവ് ചെയ്യും. എക്സാമ്പിൾ ഡേറ്റിൽ ഇയർ, മന്ത് എന്നൊക്കെ പറയുന്ന പോലെ. ദെൻ നോർമലൈസേഷൻ ആൻഡ് സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറയുമ്പോൾ ഡേറ്റയിൽ ഒരു സ്കെയിലിലേക്ക് കൊണ്ടുവരുന്നതിനാണ്. ദെൻ തേർഡ് സ്റ്റെപ്പ് സ്പ്ലിറ്റിംഗ് ഡേറ്റ. ഈ പ്രീ പ്രോസസ്സ് ചെയ്ത ഡേറ്റയെ ദെൻ സ്പ്ലിറ്റ് ചെയ്യും. 70% ഡേറ്റ ട്രെയിനിങ്ങിന് വേണ്ടി മാറ്റിവെക്കും, 15% വാലിഡേഷൻസിന് വേണ്ടി ഹൈപ്പർ പാരാമീറ്റർ ട്യൂണിങ്ങിന് വേണ്ടി മാറ്റിവെക്കും, ദെൻ 15% ഫൈനൽ പെർഫോമൻസ് മെഷർ ചെയ്യാൻ വേണ്ടി ടെസ്റ്റിങ്ങിന് വേണ്ടി മാറ്റിവെക്കും. നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് മോഡൽ സെലക്ഷൻ. ഏത് അൽഗോരിതം യൂസ് ചെയ്ത് വേണം ഈ മോഡലിനെ ട്രെയിൻ ചെയ്യണമെന്നുള്ളതിന് അൽഗോരിതം സെലക്ട് ചെയ്യുന്ന ഒരു സ്റ്റെപ്പിനാണ് മോഡൽ സെലക്ഷൻ എന്ന് പറയുന്നത്. ഇതിൽ എക്സാമ്പിൾ CNN, RNN ഇതൊക്കെ യൂസ് ചെയ്യാം. ഫിഫ്ത്ത് സ്റ്റെപ്പ് ഈസ് ട്രെയിനിങ്. അപ്പോൾ ഈ കളക്ട് ചെയ്ത് വെച്ച ഡേറ്റയും പ്രീ പ്രോസസ്സ് ചെയ്ത് വാലിഡേഷനൊക്കെ ചെയ്ത് വെച്ച് ഈ ഡേറ്റ വെച്ചിട്ട് ദെൻ മോഡലിനെ ഈ ഡേറ്റ ട്രെയിൻ ചെയ്തുകൊണ്ട് ഫീഡ് ചെയ്തുകൊണ്ട് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇതിൽ മോഡലിന് ഇൻപുട്ട് കൊടുക്കും, മോഡൽ അത് പ്രോസസ്സ് ചെയ്ത് പ്രഡിക്ഷൻ നടത്തും. അപ്പോൾ ഈ ലഭിച്ച പ്രഡിക്ഷനും ആക്ച്വലി കിട്ടേണ്ടിയിരുന്ന ഒരു ഔട്ട്പുട്ടിന് തമ്മിലൊരു ഡിഫറൻസ് വരും. അതിനാണ് ലോസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എറർ മെഷർ എന്ന് പറയുന്നത്. ഇതിനെയൊക്കെ ഒപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടി വെയ്റ്റ്സ് ഒക്കെ ഇതിൽ അപ്ഡേറ്റ് ചെയ്യും ഈ സ്റ്റെപ്പിൽ. ദെൻ ഇവാലുവേഷൻ. നേരത്തെ പറഞ്ഞു ഒരു 15% ഡേറ്റ ഹൈപ്പർ പാരാമീറ്റർ ട്യൂണിങ് അല്ലെങ്കിൽ ടെസ്റ്റ് സെറ്റായിട്ട് മാറ്റി വെച്ചിരുന്നു. ഈ ഡേറ്റാസ് യൂസ് ചെയ്തുകൊണ്ട് ഇവാലുവേഷൻ നടത്തുന്നു. ദെൻ സെവൻത്ത് സ്റ്റെപ്പ് ഈസ് ഹൈപ്പർ പാരാമീറ്റർ ട്യൂണിങ്. അതായത് മോഡൽ ലേൺ ചെയ്യുന്ന സമയത്ത് അതിന് സ്വയം ലേൺ ചെയ്യാൻ കഴിയാത്ത കുറച്ച് വാല്യൂസ് ഉണ്ട്. അത് നമ്മൾ എക്സ്റ്റേണലിൽ നിന്നതിന് പ്രൊവൈഡ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ലേണിംഗ് റേറ്റ്, മോഡൽ എത്ര വേഗത്തിലാണ് വെയ്റ്റ്സ് അപ്ഡേറ്റ് ചെയ്യുന്നത്, അതുപോലെ ബാച്ച് സൈസ്, ഒരേ സമയം എത്ര സാമ്പിൾ കൊണ്ടാണ് അപ്ഡേറ്റ് ചെയ്യുന്നത്, ദെൻ നമ്പർ ഓഫ് ലെയേഴ്സ് ഓർ ന്യൂറോൺസ്, ഈ പറയുന്ന ഡേറ്റാ സോഴ്സ് ഒക്കെ ഇതിന് പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ഹൈപ്പർ പാരാമീറ്റർ ട്യൂണിങ്ങിൽ വരുന്നത്. ഫൈനലി എയ്ത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിപ്ലോയ്മെൻറ്റ്. മോഡലിനെ സേവ് ചെയ്യുന്നു അല്ലെങ്കിൽ പ്രൊഡക്ഷനിലേക്ക് അതിനെ ഡിപ്ലോയ് ചെയ്യുന്ന സ്റ്റെപ്പാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മോഡലിനെ ട്രെയിൻ ചെയ്യുന്നു എന്തിനു വേണ്ടി, സ്പാം ഇമെയിൽ ക്ലാസിഫയർ. അപ്പോൾ അതിൽ ഡേറ്റ പ്രൊവൈഡ് ചെയ്യുന്നു. ഡേറ്റ ഇമെയിൽസും ലേബൽസുമായിട്ടാണ് ചെയ്യുന്നത്. അതിൽ യൂസ് ചെയ്യുന്ന മോഡൽ എന്ന് പറയുന്നത് ലോജിസ്റ്റിക് റിഗ്രഷനാണ്. ദെൻ ട്രെയിനിങ് ഈ വേർഡിൻ്റെ പാറ്റേൺ ലേൺ ചെയ്തുകൊണ്ടാണ് ഇത് പ്രോഗ്രസ് ചെയ്യുന്നത്. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇമെയിൽ സ്പാം ആണോ ഇല്ലയോ എന്ന് പ്രെഡിക്റ്റ് ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് വരുന്നു, മോഡൽ വേർഷനിങ്. നമ്മൾ നോർമലി ഒരു സോഫ്റ്റ്വെയറിനെ ഗിറ്റിലൊക്കെ വേർഷൻ കൺട്രോൾ ചെയ്യുന്നത് പോലെ ഓരോ മോഡലിനും ഈ വേർഷൻ കൺട്രോൾ ആവശ്യമാണ്. അപ്പോൾ ഇത് എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ മോഡൽസ് ഒക്കെ റീപ്രൊഡ്യൂസ് ചെയ്യാനും ഓഡിറ്റ് ചെയ്യാനും സേഫായിട്ട് ഡിപ്ലോയ് ചെയ്യാനോ റോൾ ബാക്ക് ചെയ്യാനോ ഒക്കെ ഈ ഓരോ വേർഷൻസും ട്രാക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഡേറ്റ, കോഡ്, എക്സ്പെരിമെൻറ്റ്സ്, മോഡൽസ്, ഫീച്ചേഴ്സ് ഒക്കെ ട്രാക്ക് ചെയ്യാൻ ഇത് സഹായിക്കും. അപ്പോൾ എന്തുകൊണ്ടെന്നാൽ ഡേറ്റ ടൈം മുന്നോട്ട് പോകുന്നതനുസരിച്ച് ഡേറ്റാസിൽ ചേഞ്ചസ് ഉണ്ടാകും, കോൺസെപ്റ്റ് ഡ്രിഫ്റ്റ് ഉണ്ടാകുന്നുണ്ട്. അതുപോലെ ഇതിൽ അൽഗോരിതംസും ഹൈപ്പർ പാരാമീറ്റേഴ്സും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇതിൽ ഓഡിറ്റ്സ് ഒക്കെ ഇത് ഇമ്പോർട്ടൻ്റ് ആയത് കാരണം വേർഷനിങ് അത്യാവശ്യമായിരിക്കുന്നു. ഈ വേർഷനിങ്ങിലെ കീ കോൺസെപ്റ്റ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആസ്പെക്ട്സ് എന്ന് പറയുന്നത് ഒന്ന് ഡേറ്റ വേർഷനിങ് ആണ്. ഇതിൽ മോഡലിനെ ഏത് ഡേറ്റാ സെറ്റ് വെച്ചാണ് ട്രെയിൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ട്രാക്ക് ചെയ്യാൻ സാധിക്കും. അതുപോലെ കോഡ് വേർഷനിങ്ങിൽ പ്രീ പ്രോസസ്സിംഗ് സ്ക്രിപ്റ്റ്സ്, മോഡൽ ആർക്കിടെക്ചർ, ട്രെയിനിങ് പൈപ്പ്ലൈൻസ് ഒക്കെ സ്റ്റോർ ചെയ്യാൻ സാധിക്കും. ദെൻ മോഡൽ ആർട്ടിഫാക്ട് വേർഷനിങ്, ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന വെയ്റ്റ്സ്, മോഡൽ ബൈനറീസ് ആൻഡ് മെറ്റാഡേറ്റ ഇതൊക്കെ സ്റ്റോർ ചെയ്യാൻ സഹായിക്കും. ദെൻ എക്സ്പെരിമെൻറ്റ് ട്രാക്കിംഗ്, ലോഗ് മെട്രിക്സ്, ഹൈപ്പർ പാരാമീറ്റേഴ്സ് ആൻഡ് റിസൾട്ട്സ് ഇതൊക്കെ സേവ് ചെയ്യാൻ സാധിക്കും, ട്രാക്ക് ചെയ്യാൻ സാധിക്കും. ദെൻ ഡിപ്ലോയ്മെൻറ്റ് വേർഷനിങ്, ഇപ്പോൾ കറൻ്റ്ലി ഏത് വേർഷനാണ് പ്രൊഡക്ഷനിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ട്രാക്ക് ചെയ്യാനായിട്ട് ഇത് സഹായിക്കും. അതുപോലെ അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മോഡൽ വേർഷൻ 1.0 ട്രെയിൻഡ് വിത്ത് 2023 ഡേറ്റ, ദെൻ മോഡൽ വേർഷൻ
2.0 റീട്രെയിൻഡ് വിത്ത് 2024 ഡേറ്റ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഈ രണ്ട് വേർഷൻ തമ്മിൽ കമ്പാരിസൺ നടത്താനും പെർഫോമൻസ് ചെക്ക് ചെയ്യാനും ഇഫ് റിക്വയർഡ് റോൾ ബാക്ക് ചെയ്യാനും സാധിക്കും. ദെൻ ടൂൾസ് ഫോർ മോഡൽ ട്രെയിനിങ് ആൻഡ് വാഷനിങ്. ഇതിൽ ഫസ്റ്റ് വരുന്നത് എക്സ്പെരിമെൻറ്റ് ട്രാക്കിംഗ് ആൻഡ് വാഷനിങ് ടൂൾസ്. അതിൽ യൂസ് ചെയ്യുന്ന MLflow ഉണ്ട്, വെയ്റ്റ്സ് ആൻഡ് ബൈസസ് യൂസ് ചെയ്യും. ദെൻ Neptune AI, Comet ML. Then data versioning tools like data version control tools like Git use ചെയ്യാം, Lake FS, then Delta Lake. Then third one is model deployment and registry. ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത് MLflow, Kubeflow, SageMaker, TensorFlow ഒക്കെ യൂസ് ചെയ്യാം. Then code versioning Git, GitLab or GitHub ഇതൊക്കെ യൂസ് ചെയ്യുന്നു. ഫൈനലി സമ്മറൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ മോഡൽ ട്രെയിനിങ് എന്ന് പറയുന്നത് മാസ് ഡേറ്റ കൊടുത്തുകൊണ്ട് ഒരു അൽഗോരിതംസിന് ആ ഡേറ്റയുടെ പാറ്റേൺസ് ഒക്കെ റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടി ടീച്ച് ചെയ്യുന്ന ഒരു പ്രോസസ്സിനാണ് മോഡൽ ട്രെയിനിങ് എന്ന് പറയുന്നത്. മോഡൽ വാഷനിങ് എന്ന് പറഞ്ഞാൽ ഡേറ്റ, കോഡ്, എക്സ്പെരിമെൻറ്റ്സ് ഇതൊക്കെ ട്രാക്ക് ചെയ്തുകൊണ്ട് ഇത് റീപ്രൊഡ്യൂസിബിൾ ആക്കാനും സ്കെയിലബിൾ ആക്കാനും ഒക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നു. താങ്ക് യു.